ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജല സഞ്ജു. അപ്പം നമ്മൾ മാറ്റി സെറ്റായി പുറത്തിറങ്ങിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് പോയി എഴുതി. അപ്പോൾ ഒരു ടൈം ഒരു 3 മണി ആ ഒരു ടൈമിലാട്ടോ നമ്മൾ ഇറങ്ങിക്കണത്. അപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ മുന്നിൽ നടക്കാം കേട്ടോ, കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കാറിൻ്റെ അടുക്ക് പോകാൻ കുറച്ചുണ്ട് തോന്നുന്നു, കുറച്ച് അപ്പുറത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കണേ. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ് കാറിൻ്റെ അടുക്ക്. ഫസ്റ്റ് ഞാനൊരു കാർ കണ്ടപ്പോൾ നമ്മളെ കാറാണ് എഴുതിയിട്ട് അതേപോലെ തോന്നി. അപ്പോൾ അതല്ലായിരുന്നു, കുറച്ച് അപ്പുറത്താണ് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. നല്ല വെയിലാട്ടോ. മുന്നിൽ നടക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് പോണ വഴിക്കത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറി. ഫസ്റ്റ് തന്നെ പിന്നെ സീറ്റ് ബെൽറ്റ് ഇവിടെ മസ്റ്റാണ് കേട്ടോ. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോണത് ജിദ്ദയ്ക്കാണ്. നമുക്കൊരു 1 ഹവറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മക്കത്തിൽ നിന്ന് ജിദ്ദയ്ക്കൊരു 1 മണിക്കൂറൊക്കെയുള്ള ടൈം വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ പോയി കണ്ടൊരു മഴക്കാറൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജിദ്ദയ്ക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ഈ ഒരു ബിൽഡിങ് നമ്മളിപ്പോഴും കാണുന്നതാണ്, ഈ ഒരു ബ്ലൂ കളറിലൊരു ബിൽഡിങ്. ഏകദേശം ജിദ്ദ ടൗണിൽ നിന്ന് കുറച്ചും കൂടെ പോകാണ്ട് കേട്ടോ, ഒരു 10-20 മിനിറ്റും കൂടി പോകാണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ കോർണിഷിൻ്റെ വേറൊരു സൈഡിലേക്കാണ് കേട്ടോ പോകാൻ എത്തിയത്. നമ്മൾ ഈ ഒരു കുറേ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. ഇവിടെ അതിനെന്താ ന്യൂ ബീച്ചാണ് എന്തോ സെർച്ച് ചെയ്താൽ വേണ്ടിയിട്ട് നമുക്ക് ന്യൂ ബീച്ച് നടച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് തന്നെ കയറുക കേട്ടോ. കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ലൊരു ഗോവയിലൊക്കെ പോയൊരു ഫീൽ കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനായ ബീച്ച്, അടിപൊളിയായിരുന്നു. നമ്മൾ പോയ ടൈം പറയുമ്പോൾ ഒരു 4 മണി ആ ഒരു ടൈമാണ് കേട്ടോ. ആ സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബീച്ചിലൊക്കെ അധികവും വൈകുന്നേരം കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ടാവുക. അപ്പോൾ ചെന്നൈക്ക് തന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടോ. നമ്മളുണ്ടാകും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ സിംഗിൾ വീഡിയോസൊക്കെ കുറേ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എവിടെ ഇരുന്നാലും നല്ല ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂവും ഇതൊക്കെയാണ്. പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാളും കുറച്ച് കപ്പിൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരാളെ കൊണ്ട് എടുപ്പിച്ചതാണ്. പക്ഷെ നല്ല കാറ്റടിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വീഡിയോസൊന്നും റെഡി ആവില്ല. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല പാറണോണ്ട് നമുക്ക് വീഡിയോസൊന്നും അത്ര അങ്ങോട്ട് വിചാരിച്ച പോലെ കിട്ടാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോസൊക്കെ എടുപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ. വെയിലൊന്ന് പോയിട്ട് നമ്മൾക്ക് ഫുള്ളായിട്ട് നടന്ന് കാണാൻ എത്തിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു സ്റ്റോണുമെന്നൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് വെയിലൊന്ന് പോയപ്പോൾ നമ്മളിങ്ങനെ നടക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി വ്യൂസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് സിംഗിൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചിങ്ങനെ മുന്നോട്ടിങ്ങനെ നടന്നു കേട്ടോ. കുറച്ചിങ്ങനെ മുന്നിൽ കിടന്നപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടിയിൽ നമുക്ക് ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പാലത്തുമുകൂടെയൊക്കെ നടന്നിട്ട് നമുക്ക് അറ്റത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ നടന്ന് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് എന്താ അറിയില്ല, ഈ ഒരു സ്ഥലത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് കടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ബീച്ച് കണ്ടിങ്ങനെ ഇരിക്കാം കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ കളർ എന്താ അറിയില്ല, അവിടെ നല്ലൊരു ബ്ലൂ കളറിലാട്ടോ വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിക്കാം കേട്ടോ. കടലിലേക്ക് നോക്കുമ്പോൾ നല്ല മീനുകൾ, ഞണ്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ കല്ലുകളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു കടലിന് വലിയ തിരമാലകളൊന്നുമില്ല കേട്ടോ. ഇത് കോർണിഷിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. ഇവിടേക്ക് ന്യൂ ബീച്ച് എന്നാണ് പറയട്ടെ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ബീച്ചാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും അങ്ങനെ വന്ന് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നമ്മൾ പോയ ടൈമിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കടലിൽ നോക്കി ഇങ്ങനെ ആസ്വദിക്കാം കേട്ടോ. കടലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ആ ഒരു അറ്റത്തിൽ ആ ഒരു പാലത്തിൻ്റെ അവിടേക്കൊക്കെ നടന്ന് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയാം നമുക്ക് അങ്ങോട്ട് പോകാതെ ആകുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ആ പാലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. പാലത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ അടിപൊളി കേട്ടോ. നമ്മൾ ശരിക്കും കടലിൽ ഇങ്ങനെ നിൽക്കണ പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും ലക്ഷദ്വീപിലൊക്കെ പോയി നമ്മൾ കടലിൻ്റെ അടിയിൽ കണ്ടിട്ടില്ലേ മീനുകളൊക്കെ ഇങ്ങനെ പോകണേ. പല കളർ മീനുകളും ഉണ്ട് കേട്ടോ.
ഇവിടുന്ന് ചൂണ്ടലിട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ കണ്ടില്ല, പറ്റുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് തുറന്നതുകൊണ്ട് അധികം പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് ഈ ഒരു പാലത്തമ്മ കൂടി ആ ഒരു അറ്റത്തൊക്കെ നടക്കാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ എത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചോദിച്ചപ്പോൾ ആൾ വീഡിയോ എടുത്ത് തന്നിട്ടത്. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, അങ്ങനെയാണ് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട്. രണ്ടാൾക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. ടൈം ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എടുക്കണ്ട, ഞാൻ എടുത്തുകൊണ്ടായിട്ട് ഞാൻ സ്വന്തമായിട്ട് എടുക്കട്ടെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള ഇതിലിങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് പാലപ്പം, പുട്ടും പിന്നെ ഒരു ചെമ്മീൻ്റെ ഒരു റോസ്റ്റാണ് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മൾ മക്കത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മക്ക ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ റൂമിലേക്ക് ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ. ഇനി ചെന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൂ. കാരണം ഫുള്ള് വെയിൽ നമ്മളിന്ന് കൊണ്ടുക്കണം. ഒരു 4 മണി മുതൽ ഫുള്ള് വെയിലുള്ള നടത്തായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും നല്ല ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെല്ലുക, ഉറങ്ങാത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.